ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 24 ആയിരുന്നു ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇവിടെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബർത്ത്ഡേൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി തന്നെ ഞങ്ങൾ ഉണ്ണിയപ്പെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഞാനല്ല, അമ്മമാർ രണ്ടാളും കൂടിയാണ് കേട്ടോ ഉണ്ണിയപ്പെല്ലാം റെഡിയാക്കിയത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഇത് അപ്പോഴത്തേക്കും അവിടെ ഉണ്ണിയപ്പെല്ലാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തന്നെ എല്ലാവരും മക്കളെല്ലാം നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ആമിക്കുട്ടി തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിക്കുട്ടി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് ഫോൺ കാണുമായിരുന്നു കേട്ടോ. ഏട്ടന്മാർ എഴുന്നേറ്റപ്പോൾ പിന്നെ ഏട്ടന്മാരോട് കളിയായി കേട്ടോ. അപ്പോൾ ആദ്യം മാത്രം എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി അവനെയും കൂടി എഴുന്നേൽപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ അനുവേട്ടന് ചായ കുടിക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ ഞാൻ പോയി നോക്കുമ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ചായ എല്ലാം കുടിച്ച് വേഗം തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടാ. അപ്പം ഞാൻ ആമിക്കുട്ടീനെ റെഡിയാക്കിയിട്ടാ. അപ്പോൾ ആമിക്കുട്ടീൻ്റെ അമ്മമ്മ കൊണ്ട് കൊടുത്ത ഉടുപ്പാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായി എല്ലാവർക്കും? എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അതേ കളർ ഒരു ബ്ലൗസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് അമ്പലത്തിൽ പോകുമ്പോൾ സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സെറ്റ് മുണ്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഏട്ടന്മാരെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാരൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളും കുട്ടികളും പിന്നെ അമ്മീൻ്റെ അഞ്ചുമാമിയും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അനിയൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ അമ്പലം, ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ, നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയി തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ അനുവേട്ടൻ പറഞ്ഞ് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവരെ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നടന്നു വരുന്ന വീഡിയോസെല്ലാം എടുത്ത് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ചായയും കടിയെല്ലാം അമ്മമാർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, ചായയും ഇതെല്ലാമായിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ എല്ലാം കുടിച്ചു. അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ വൈകുന്നേരമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അതിനുള്ള പ്രിപ്പറേഷനെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം വറുത്ത് വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അനുവേട്ടൻ്റെ ഇളയച്ചനായിരുന്നു കേട്ടോ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ചിക്കനെല്ലാം വറുക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 11:30-12 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പരിപാടിയെല്ലാം നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുവേട്ടനും പിന്നെ ഞങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഏട്ടനാണ് കേട്ടോ. അനുവേട്ടൻ്റെ ഫ്രണ്ടാണ് അവർ രണ്ടാളും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഡെക്കറേഷനെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ബലൂണെല്ലാം വീർപ്പിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി അമ്മയാണ് കേട്ടോ. അമ്മ തലേന്നേ വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി ഒരു ഉച്ചയിലായപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഡെക്കറേഷനെല്ലാം വേണ്ട പരിപാടിയെല്ലാം നോക്കുകയാണ്. അപ്പോൾ ബലൂണെല്ലാം വീർപ്പിക്കുന്ന ബലൂണെല്ലാം ഞങ്ങൾ ഇങ്ങനെ അകത്ത് കൊണ്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ. പറന്നു പോകുന്നതുകൊണ്ട് ഇങ്ങനെ ചെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആമിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഡെക്കറേഷനെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി ആമീൻ്റെ ഫ്ലെക്സും കൂടി വരുമായിരുന്നു. അപ്പോൾ ഇത് രാത്രി ആയപ്പോൾ ഉള്ളൊരു ലുക്ക് ഇതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി കേട്ടോ ഡെക്കറേഷനെല്ലാം. അപ്പോൾ സന്ധ്യ ആയപ്പോൾ തന്നെ എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടീനെ ഇങ്ങനെ അനിയത്തി എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ വാശിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആമിക്കുട്ടിക്ക് ഞാൻ ഡ്രസ്സ് ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യാനായപ്പോഴാണ് കേട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. കാരണം ചൂടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനായപ്പോഴാണ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക്
അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള കുറച്ച് വീട്ടുകാർ കേട്ടോ. അപ്പം അങ്ങനെ ഒരുവിധം എല്ലാവരും വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത ഉടുപ്പ്. അപ്പോൾ ഇത് ആദ്യം ആമിക്കുട്ടീൻ്റെ ഏട്ടൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ആദ്യം സെലക്ട് ചെയ്ത ഉടുപ്പാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സെയിം കളർ തന്നെ എനിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ബർത്ത്ഡേ കേക്ക്. അപ്പോൾ നമ്മൾ വേഗം തന്നെ കേക്ക് വെച്ചത്. Happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear friend. Happy birthday to you. Happy birthday. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വേഗം തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻസിന് ചോറ്, സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കുറച്ച് ആൾക്കാർ അകത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയും അനിയത്തീൻ്റെ ഭർത്താവുമാണ് കേട്ടോ. അവർ വേഗം പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തു വരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല എല്ലാവരും. ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴല്ലേ നമ്മളെല്ലാവരും ഒത്തുകൂടുക. ഒരു അടിപൊളി നല്ലൊരു വൈബ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും അനുഗ്രഹിക്കണം. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അതും കൂടി ഞാനിവിടെ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയി നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.